ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായി, എന്നെ തീർത്തിടാമോ അവൻ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ആ പാട്ട് പാടുന്ന സമയത്ത് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ അവിടെ തന്നെ അതിന്റെ രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ എത്ര ശക്തിയെടുത്ത് പാടിയാലും അത് മതിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നതൊക്കെ ആ വർണ്ണിച്ചെല്ലാനുള്ള ശക്തി എനിക്ക് തരണമേ എന്നുള്ള ആ ശക്തി എനിക്കിപ്പോ തന്നിരിക്കുന്ന ആ ശക്തിയിൽ ഈ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് പിന്നെ പാൽക്കാരൻ ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. പലപ്പോഴും നമ്മൾ പാടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കേൾക്കരുത് എന്നുള്ള രീതിയിലാണ് പാടുന്നത്. മാത്രം അനങ്ങുന്നത് കാണാം, എന്നാൽ പാട്ടൊന്നും വെളിയിലോട്ട് വരികയില്ല. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ശബ്ദമാണ്. അവരുടെ വീടുകളിൽ ചെന്ന് നോക്കിയാൽ മതി അവരുടെ ശബ്ദം എത്രയുണ്ടെന്ന് അറിയണം. ഇന്ന് പോയൽക്കാലം ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. ദൈവകാര്യങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തിയേൽപ്പിക്കും. ഒരു മിനിറ്റോടെ നമുക്ക് വെയിറ്റ്. നമ്മുടെ പാഠപുസ്തകത്തിലെ 6ാമത്തെ പാട്ട് പാടി നമ്മൾ പോവുകയാണ്. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. ഞാൻ പറഞ്ഞതുപോലെ വർണ്ണിച്ചിടാനായിട്ട് നമ്മുടെ നാവ് പോരാ. അതുകൊണ്ട് എത്ര നാവെടുത്ത് ഈ കർത്താവിനെ പാടി സ്തുതിച്ചാലും മതിയാകില്ല. അതുകൊണ്ട് ഇന്ന് നല്ല ശക്തിയോടെ, ബലത്തോടെ, അനുഗ്രഹത്തോടെ കരങ്ങളടിച്ച് ഈ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. വാഴ്ത്തി സ്തുതിക്കുമെന്നു ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നു ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വന്നിച്ചിടാനെനിക്കെന്റെ നാവ് പോരായി, എണ്ണി തീർത്തിടാനോ അവൻ ചെയ്തത്. നാവ് പോരായി, എണ്ണി തീർത്തിടാനോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹാസങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹാസങ്ങളെ ഉയർത്തി. ആഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാപശോകരായതിൻ്റെ വിധിയാൽ പതിക്കും നേരത്തിൽ